ശ്രീ അഡ്വക്കേറ്റ് വസന്ത് സരേഖ് അങ്ങേക്ക് കേൾക്കാമോ? അഡ്വക്കേറ്റ് വസന്ത് സരേഖ്, ഇപ്പോ കേന്ദ്രത്തിനെതിരെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്കെതിരെ, ഈ പ്രതിഷേധക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുന്നില്ല, വീണ്ടും പ്രതികാര നടപടികൾ ഉണ്ടാകുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. അഡ്വക്കേറ്റ് വസന്ത് സരേഖ്, കേരളത്തിൽ പ്രതിഷേധങ്ങളുണ്ടായി. കേരളത്തിൽ ഇപ്പോൾ റാപ്പർ വേടന്റെ മാനേജർക്കും കണ്ടാൽ അറിയാവുന്ന 90 പേർക്കെതിരെയും കേസെടുത്തു. ആ കേസ് പിൻവലിച്ചിട്ടില്ല. ഈ TG മോഹൻദാസ് എന്ന് പറയുന്ന ആൾ വിദ്വേഷകരമായ പരാമർശങ്ങൾ നടത്തി. നിരവധി പരാതികളുണ്ട്. SFI പരാതി നൽകിയിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങേക്ക് വേണമെങ്കിൽ തിരുത്താം. കേസെടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് സർ? അല്ല, അതിന് ഉത്തരം പറയാം. അതിനു മുമ്പ് ശ്രീ ഷാവു പ്രസാദിൻ്റെ ഒരു തെറ്റിദ്ധാരണ തിരുത്താം. DK ബാസു വേഴ്സസ് വെസ്റ്റ് ബംഗാൾ, സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ കേസിൽ വളരെ കൃത്യമായി സുപ്രീം കോടതി അറസ്റ്റ് ചെയ്യാൻ പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അപ്പിയറൻസുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ ഗൈഡ് ലൈൻസ് ഏതാണ്ട് 465 പേജ് വരുന്ന ഓർഡറിൽ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങ് പറയുന്നത് പോലെ ഈ പറയുന്ന യൂണിഫോം, പോലീസ് യൂണിഫോം ഈസ് നോട്ട് എ മാൻഡേറ്ററി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. പോലീസ് യൂണിഫോമിലല്ല അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ഉദ്യോഗസ്ഥനുള്ളെങ്കിൽ, നോൺ കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിൽ സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി വിസിബിൾ ആകുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണം. അതിപ്പോൾ കളർ ഡ്രസ് ഇടാം, ടീഷർട്ട് ഇടാം, ഷർട്ട് ഇടാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി വിസിബിളായ രീതിയിൽ പ്രദർശിപ്പിക്കണം. അതിവിടെ പിൻ ചെയ്തിട്ടിരിക്കണം എന്നുള്ളതാണ് കോടതിയുടെ അടക്കം നിർദ്ദേശം. പിന്നീട് പോലീസ് ആക്റ്റും ഒക്കെ അതിനെ കൃത്യമായി പറയുന്നുണ്ട്. ദില്ലി പോലീസ് ആക്ട് അങ്ങ് എടുത്തു നോക്കിയാൽ അതിലും കൃത്യമായി പറയുന്നുണ്ട്. ഇവിടെ വന്ന, അതായത് ഈ ഇവിടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വന്ന പോലീസ് ഉദ്യോഗസ്ഥനോ ആ ഐഡൻറ്റിറ്റി കാർഡ് കാണിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ദില്ലി പോലീസ് അനുവർത്തിച്ചു വരുന്ന അറസ്റ്റ് നടപടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത് തന്നെയാണ്. ഇപ്പോൾ നേരത്തെ അങ്ങ് സൂചിപ്പിച്ച സോനം വാങ്ചുക്കിനെ ചൈനയിലൊക്കെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ ഒരു വെള്ളത്തുണി പുതപ്പിച്ച് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് ഒരു എക്സ്പ്രഷൻ പോലും പിറ്റേ ദിവസത്തെ പത്രങ്ങളിലോ വാരാന്ത്യ മീഡിയകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ പോലും വരാൻ പാടില്ല എന്ന വാശിയുണ്ടായിരുന്നു ദില്ലി പോലീസിന്. ചില സംസ്കാരങ്ങളിലൊക്കെ കബറടക്കാൻ കൊണ്ടുപോകുന്നത് പോലെ വെള്ളത്തുണി പുതപ്പിച്ച് സോനം വാങ്ചുക്കിൻ്റെ സമരത്തെ അങ്ങ് കബറടക്കി കളഞ്ഞേക്കാമെന്ന് നിങ്ങൾ തീരുമാനിച്ചെടുത്താണ്, അല്ലെങ്കിൽ ദില്ലി പോലീസും അതിൻ്റെ ഏമാനും തീരുമാനിച്ചെടുത്താണ്. ആ കബറടക്കമല്ല, കരണത്തടിയാണ് കേന്ദ്ര സർക്കാർ നൽകാൻ പോകുന്നത് എന്ന് അവിടുത്തെ വിദ്യാർത്ഥികൾ തീരുമാനിക്കുന്നത്. നോക്കൂ, ഞങ്ങൾ വളരെ കൃത്യമായി ഈ വിഷയത്തിൽ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്, നിലപാടെടുത്തിട്ടുണ്ട്. വേടൻ്റെ കാര്യത്തിൽ നേരത്തെ ഈ പറയുന്ന അവിടെ അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്ന് എടുക്കേണ്ടതായിട്ടുള്ള സാങ്ഷൻ ഉണ്ട്. ആ സാങ്ഷൻ ആ പരിപാടിയുടെ സംഘാടകർ എടുത്തിട്ടില്ല എന്നുള്ളതാണ് വിഷയം. അത് പരിഹരിക്കപ്പെടാവുന്നതുമാണ്. പിന്നെ രണ്ടാമത്, പ്രതിപക്ഷ നേതാവടക്കം പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോയത് ഈ പ്രതിഷേധത്തിൽ നിയമം നീതിയുക്തമല്ല എങ്കിൽ അത് ലംഘിക്കണം എന്നുള്ളതാണല്ലോ കോൺഗ്രസിന്റെ നിലപാട്. അല്ലല്ലോ, ഇവിടെ കേരളത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. കേരളത്തിലെ പോലീസോ ഭരണകൂടമോ ഈ പ്രതിഷേധക്കാരെ കൈകാര്യം ചെയ്ത് കളഞ്ഞേക്കാം എന്ന രീതിയിൽ നിൽക്കുന്നവരല്ലല്ലോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖത്ത് വെള്ളത്തുണിയിട്ട് കബറടക്കാൻ വേണ്ടി ആർത്തിയോടുകൂടി നിൽക്കുന്നവരല്ലല്ലോ. നമ്മൾ ദില്ലി സമരത്തിൽ കണ്ടതുപോലെ സ്ത്രീകളായിട്ടുള്ള ഗേൾസ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ പിറകു ഭാഗത്ത് ഈ ലാത്തി കൊണ്ട് അടിക്കാൻ നിൽക്കുന്ന 70 വയസ്സുള്ള സംഘ് പരിവാർ ഗൂൺസ് അല്ലല്ലോ ഇവിടുത്തെ പോലീസ്. ഇവിടുത്തെ പോലീസ് ആ സമരങ്ങളോട് സമചിത്തത പാലിക്കുന്നവരാണ്. പറഞ്ഞിട്ടില്ല. കേസ് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ എങ്ങനെ എന്നതാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. അല്ല മാധു, ഞാൻ പറഞ്ഞു അതിലൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ആ ടെക്നിക്കൽ ഇഷ്യൂവിന്റെ പുറത്താണ് കേസുള്ളത്. അത് പരിഹരിക്കപ്പെട്ട് തന്നെ മുമ്പോട്ട് പോകും. പിന്നെ രണ്ടാമത് അങ്ങ് സൂചിപ്പിച്ച ശ്രീ മോഹൻദാസിന്റെ വിഷലിപ്തമായിട്ടുള്ള പ്രസ്താവന, അതുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നേരിട്ട് നൽകിയ ഡയറക്ഷന്റെ പുറത്താണ് കേരള പോലീസ് അതിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അതിൽ കൃത്യമായ നടപടി ഉണ്ടാവും. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ നിന്ന് ഒരാളെ അങ്ങോട്ട് പറഞ്ഞു വിട്ട് അവിടെ നിന്ന് ഇന്ത്യയുടെ ഈ കേരളത്തിലെ സൈബർ പോലീസിന് ഒന്ന് ഓടിച്ചു നോക്കിയാൽ കാണാൻ പറ്റുന്ന തരത്തിൽ അതിൽ ഇനി എന്ത് അന്വേഷണമാണ് കേസെടുക്കുന്നതിന് മുൻപ് വേണ്ടത്? മാധു, ഈ നമ്മുടെ ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയിൽ ഇതുപോലെ ഇരുന്നപ്പോൾ അന്നത്തെ അവതാരകൻ എന്നോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പോലീസ്, നിങ്ങളുടെ സർക്കാർ എന്താണ് ഇത്ര വൈകുന്നത് എന്ന്. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പൂട്ടുമ്പോൾ നമ്മൾ മണിച്ചിത്ര താഴിട്ട് പൂട്ടണം. നമ്മളൊരു പൂച്ചയെ വീട്ടിൽ നിന്ന് ഇറക്കി വെളിയിലേക്ക് എറിയുമ്പോൾ ഡോർ അടച്ചിടണം. അപ്പോൾ സ്വാഭാവികമായും നിയമത്തിൻ്റെ എല്ലാ പഴുതുകളും അദ്ദേഹത്തിന് എവിടെയൊക്കെയാണോ പഴുതുകളിലൂടെ ഊരിപ്പോകാൻ സാധിക്കുക അത് മുഴുവൻ അടച്ചിട്ട് വേണം. അതായത് പിടിക്കാൻ പോകുന്ന സ്രാവിനെ പിടിക്കാൻ തക്കവണ്ണം ശക്തിയുള്ള വലയുമായിട്ട് വേണം ഇറങ്ങാൻ.
അപ്പോൾ സ്വാഭാവികമായിട്ടും നിയമത്തിൽ അതിൻ്റെ അകത്തോട്ടുള്ള എവിഡൻസ് കളക്ഷൻ ഉണ്ടാവും, കോടതിയിൽ ആ കേസ് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതാണ് പോലീസ് നടത്തുന്നത്. വെയിറ്റ് നേതാവ് ജാൻമണി എന്ന് പറയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിനെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിൽ ഇന്ന് ഉച്ചയ്ക്ക് ആ കേസ് പരാതി കൊടുത്തതിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. പൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലേ? അല്ലല്ലോ, ഈ പറയുന്ന മോഹൻദാസിന്റെ കേസിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അങ്ങ് സൂചിപ്പിച്ച പോലെ ഇപ്പൊ പറയുന്ന എഫ്ഐആർ ഇട്ടു. ഞാൻ എന്റെ അറിവിൽ ഇതുവരെ എഫ്ഐആർ ഇട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 പരാതികളുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ പരാതിയിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ടോ? അല്ലല്ല, ആ കേസിന്റെ അകത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. PDP ഉണ്ടല്ലോ, ആ കേസിന്റെ അകത്ത് എഫ്ഐആർ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ പോലീസ് ആ അന്വേഷണവുമായി മുമ്പോട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് അതാണ് മാധു ഞാൻ നേരത്തെ പറഞ്ഞത്. ഞങ്ങൾക്ക് ഏതായാലും ഈ പറയുന്ന അജിത് കുമാറിനെ അങ്ങോട്ട് വിട്ട് ദത്താത്രേയ ഹൊസപിള്ളയെ ഇങ്ങോട്ട് വിട്ട് നടുക്കൊരിടത്തിരുന്ന് കൈയും കൊടുത്ത് മച്ചാ സെറ്റിൽമെന്റ് നടത്തുന്ന പരിപാടി ഈ സർക്കാരിന് ഉണ്ടാവില്ല. സംഘ് പരിവാറുമായി അവരുടെ പോളിസികളുമായി അവരുടെ നേതാക്കളുമായി യാതൊരു കേസെടുത്തിട്ടില്ല. യൂത്ത് കോൺഗ്രസിന്റെ പരാതിയിൽ കേസെടുത്തു എന്ന വിവരം ഈ നിമിഷവും എനിക്കില്ല. പക്ഷെ അങ്ങ് കോൺഗ്രസ് പ്രവർത്തകരാണ്. അങ്ങ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ എഫ്ഐആറിന്റെ കോപ്പി എനിക്കൊന്ന് ഇട്ട് തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് തിരുത്താനും തയ്യാറാണ്. കാരണം ഞാനത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങയുടെ ഉത്തമ ബോധ്യത്തിൽ പറഞ്ഞാൽ ഞാനതിനെ റെസ്പെക്ട് ചെയ്യാൻ തയ്യാറാണ്. SFIയുടെ പരാതിയിൽ കേസെടുത്തില്ല, യൂത്ത് കോൺഗ്രസിന്റെ പരാതിയിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ എനിക്കൊന്ന് അയച്ചു തരികയും വേണം. ശരി, അപ്പോ ജാൻമണിക്കെതിരായി ഏറ്റവും പെട്ടെന്ന് കേസെടുക്കാൻ കഴിഞ്ഞത് അവർക്ക് അവർ പൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടും ഓക്കെ മോഹൻദാസിനെ പൂട്ടണം എന്ന് വിചാരിച്ചത് കൊണ്ട് കേസെടുത്തില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ പറയുന്നു കേസെടുത്തു എന്ന്. അപ്പോൾ ഇനി പൂട്ടണ്ടെന്ന് വിചാരിച്ചതാണോ എന്ന് എനിക്കറിയില്ല. അങ്ങ് അയച്ചു തരും, ഞാനത് കൂടി പരിശോധിക്കാം. ഞാനത് അങ്ങ് ഉത്തമ വിശ്വാസത്തോടെ പറയുന്നതുകൊണ്ട് ഞാനതിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ സാധ്യവുമായിരിക്കും. ഞാൻ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് അന്വേഷിച്ചപ്പോഴും എനിക്ക് ആ വിവരം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങ് പറയുന്നതിനെ വിശ്വസിക്കുന്നു. ഞാൻ വരാം. Debate with Madhu Saji.